എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ മുണ്ടൂരിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി പാടത്തോട്ട് പോവുകയാണ്. ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേരുള്ളൂ. അപ്പോൾ ഉള്ളവരായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ വെച്ചിട്ട് ഞങ്ങൾ പാടത്തേക്ക് പോവുകയാണ്. അപ്പോൾ പാടത്തേക്ക് ഇറങ്ങണേക്ക് മുന്നിൽ ചെറിയൊരു കുളം ഉണ്ട് അവിടെ. ഇതേ പാടത്തിൻ്റെ പച്ചപ്പൊക്കെ കണ്ടില്ലേ, നല്ലൊരു അന്തരീക്ഷം, ചെറിയൊരു തണുപ്പും ചെറിയൊരു ഇളം വെയിലൊക്കെ ആയിട്ട് അടിപൊളി വൈബാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പാടത്തേക്ക് വരമ്പത്തൂടെ അങ്ങനെ കയറി പോവാണ്. അത് നെൽകൃഷിയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കൃഷി. അപ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ തണുത്ത കാറ്റിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. ഒരു വരാന്ത പോലെ എന്താ പറയുക, ഒരു തിണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട് നമുക്ക് കയറി നടക്കാനായിട്ട്. അപ്പോൾ ആദ്യം പിള്ളേർ ടീം, പിന്നെ അമ്മമാരൊക്കെ പോയി, പിന്നെ അത് ചേച്ചി പോകുന്നുണ്ട്, പിന്നെ ഞാനും അങ്ങോട്ട് പോയി. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണ്. അപ്പോൾ റാഡു ഓരോ പോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ്റെ ചില്ലാണിയുണ്ട്, ചില്ലും നമ്മുടെ മോനാണ്. ഇതെൻ്റെ പാപ്പനാണ്. പാപ്പൻ ദേ ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൃഷി പാടം കണ്ടില്ലേ, എന്ത് ഭംഗിയെ കാണാനായിട്ട്. എനിക്ക് ഈ പച്ചപ്പും കുളവും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ കുറേ അവിടെ നിന്ന് ആസ്വദിച്ചു. പിന്നെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് അവരൊക്കെ നിർത്തിയിട്ടൊരു വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പാടത്തൊക്കെ കുറച്ച് നേരം കളിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കയറി വരുന്നിടത്തുള്ളൊരു കുളമുണ്ട്. ആ കുളത്തിലോട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് മടങ്ങി വന്നു. അപ്പോൾ കുഞ്ഞാറ്റ എന്തൊക്കെയോ എണ്ണിപ്പറക്കി. അവൾ പറയണമെന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവൾ എന്തൊക്കെയോ എണ്ണിപ്പറക്കുന്നുണ്ട്. പൊന്നൂസിൻ്റെ കയ്യിൽ ഈ ചവണല്ലേ, ചവണ അങ്ങനെ സംഭവം ഉണ്ട് അവൻ്റെ കയ്യിൽ. ഈ എന്താ പറയുക, പക്ഷീനെയും അതിനൊക്കെ ഇങ്ങനെ കല്ല് വെച്ച് വീഴുന്ന സംഭവം ചവണ, അതല്ല അതിനെ പറയും, എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റ്. അത് കൊണ്ട് നടക്കുന്നുണ്ട് പൊന്നൂസ്. അപ്പോൾ മുപ്പിളത് ആർക്കും തരില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ കുഞ്ഞിക്കല്ലെടുത്തിട്ട് ചവണ വിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില്ലാളി അവനെ ഒന്ന് ചൂടാക്കാനായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അമ്മമാർ പാടത്തുനിന്ന് കുറച്ച് കഞ്ഞുണ്ണിയൊക്കെ കണ്ടപ്പോൾ പറിച്ചെടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ മുറുക്കാനായിട്ട്, വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞാറ്റതേ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ വെള്ളത്തിലിട്ട് രസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഓലപ്പെട്ട വെള്ളത്തിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവരെന്നെ പറഞ്ഞ് പറ്റിച്ചു, ആമക്കുട്ടിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ചിങ്ങനെ ചെടി ഇങ്ങനെ പടർന്നൊരു മഞ്ഞ പൂക്കളൊക്കെ ആയിട്ട്. ചെടി എന്താ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് ഭയങ്കര കാണാൻ. പിന്നെ അമ്മ ദേ ഉപദേശമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പൊന്നൂസിനെ ഉപദേശിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. ഏതോ ഒരു ചേട്ടൻ്റെ ഓട്ടോറിക്ഷ എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ദേ ഇവരെല്ലാവരും കയറിയിരിക്കുന്നുണ്ട്. ആദ്യം പൊന്നൂസ് കയറി, പിന്നെ കുക്കു കയറി. ഇനി കുറച്ച് നേരം കുക്കുതി പണി പഠിക്കുന്നുണ്ട് ആ ഒരു ഓട്ടോറിക്ഷയമേ. അത് ആരുടെ ഓട്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാട്ടോ. പിന്നെ ദേ വീണ്ടും പൊന്നൂസ് ഇറങ്ങിയിട്ടുണ്ട് രംഗത്തേക്ക്, കുളത്തിലേക്ക് കല്ലെറിയാനായിട്ട്. ചവണ വെച്ചിട്ട് ഇങ്ങനെ കല്ലെറിയാൻ നിൽക്കുന്ന തിരക്കാണ് ആശാൻ. ശരിക്കും വീഴണമെന്നില്ല, പകുതി കല്ല് നിലത്താണ് പോകുന്നത്, പിന്നെ കുറച്ച് കുളത്തിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഒരു കുസൃതിയും കുറുമ്പൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ പൊന്നൂസിൻ്റെ കയ്യിൽ നിന്ന് ആ സംഭവം മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അവനാണെങ്കിൽ കൊടുക്കണമില്ല. കുക്കു ആണെങ്കിൽ അവൻ കല്ലെറിയണമെന്നൊന്ന് കാണട്ടെ പറഞ്ഞിട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട്. പിന്നെ ഗുഡു അതിസാഹസികമായിട്ട് തെങ്ങിൻ്റെ മുകളിൽ കയറാനുള്ള പരിശ്രമത്തിലാണ്. അവസാനം എന്തായി തീരുമെന്ന് കണ്ടറിയാം. അവൻ്റെ കുരുത്തക്കേട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പൊത്തിപ്പിടിച്ച് കയറുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പാടത്തിൻ്റെ 2-3 സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞു കുളങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ പുല്ല് പിടിച്ച് കിടക്കണം, കാരണം ഞങ്ങൾക്ക് ആ അവസ്ഥയ്ക്കൊന്നും നീ പോകാൻ പറ്റില്ല. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. അത്രയേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വല്യമ്മയുടെ വീട്ടിൽ എന്താ പറയുക, പള്ളിപ്പെരുന്നാളുണ്ട്. അപ്പോൾ അതും കൂടി കാണാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ പള്ളിപ്പെരുന്നാളിൻ്റെ മുന്നേ അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് അമ്പ് വരുന്ന ഒരു പരിപാടി ഉണ്ട്. ഈ പള്ളിയിൽ നിന്ന് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ വീടുകളിലേക്ക് വരും. പാടത്തെ കാഴ്ചകളും കളിയും ചിരിയും എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വീട്ടിലെത്തി കുടിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നേരെ പള്ളിയിൽ പോയി പള്ളിപ്പെരുന്നാളൊക്കെ കാണാമെന്നായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയോടുകൂടി ആ പ്ലാനിങ് എല്ലാം വേറെ വഴിക്ക് തിരിഞ്ഞു. പൊന്നൂസിനെ ലൈറ്റെല്ലാം കണ്ടപ്പോൾ കൺട്രോൾ പോയി. അപ്പോൾ നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പൊന്നൂസും കുഞ്ഞാറ്റയും കൂട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും മേമയും അമ്മയും പൊന്നൂസും കുഞ്ഞാറ്റയും കൂട്ടിയിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാനായിട്ട് അങ്ങോട്ട് പോവാം. അത് കണ്ടിട്ട് അമ്പ് വരുന്ന സമയം നമുക്ക് കുളിച്ച് ഫ്രഷ് ആവാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി അത് കാണാനായിട്ട് അങ്ങോട്ട് പോയി. പൊന്നൂസിനാണെങ്കിൽ സന്തോഷം കൊണ്ട് നിൽക്കാനിരിക്കാനും വയ്യ. അങ്ങോട്ടോടെ ഇങ്ങോട്ടോടെ അവൻ്റെ ക്ഷമയൊക്കെ നശിച്ചു തുടങ്ങിയിട്ട് ഞങ്ങളാണെങ്കിൽ മെല്ലെ മെല്ലെ നടക്കുന്നുള്ളൂ അവൻ എന്താ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം റോഡിൻ്റെ അവിടേക്ക് എത്തി. പാടത്തിൻ്റെ ആ വഴി തൊട്ടിട്ട് പിന്നെ മെയിൻ റോഡിലേക്കുള്ള ആ വഴി വരെ അവർ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കുഞ്ഞാറ്റിക്ക് ഡാൻസ് കളിക്കാനൊക്കെ തോന്നിയിട്ട് സന്തോഷം കൊണ്ട് പൊന്നൂസാണെങ്കിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റിക്ക് ഒരു ഡാൻസ് കളിക്കണം എന്നുണ്ട്. പക്ഷെ അവിടെ കുറച്ച് ചേട്ടന്മാർ നിൽക്കണ കാരണം കൊണ്ട് മൂപ്പരാൾക്കൊരു ചമ്മൽ.
അവിടെ നിന്ന് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. മേമയാണെങ്കിൽ സിനിമ പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വോയിസ് കൊടുക്കുന്നില്ല കേട്ടോ, വലിയ കോപ്പിറൈറ്റൊക്കെ വരും, അതുകൊണ്ട് അതൊന്നും കൊടുക്കുന്നില്ല. പിന്നെ എന്നെ കണ്ടോടുകൂടി അവർക്ക് പിന്നെ ആ ലൈറ്റ് കാണാൻ അങ്ങോട്ട് നേരെ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അത് കാണാനായിട്ട് അങ്ങോട്ട് പോയി. ഒരു വീടിൻ്റെ ഒരു സൈഡിലായിട്ട് അവിടെ എന്തോ ലൈറ്റിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങളെയും കൂടി അങ്ങോട്ട് പോയി. ചെന്ന വഴിക്ക് അവിടെ കുറേ ആൾക്കാരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു നാണക്കേടൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. പിള്ളേരാണെങ്കിൽ വായോ നമുക്ക് അവിടെ പോകാം, അത് കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വല്യമ്മയുടെ വീടിൻ്റെ അയൽവാസികളാണ് അതൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു ചമ്മൽ, ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നു. കുഞ്ഞാറ്റാണെങ്കിൽ വീണ്ടും അതേപടി ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കളിക്കണമെന്നുണ്ട്, നാണക്കേടുണ്ട്, എല്ലാം കൊണ്ട് ആളെന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. അവൾക്ക് തന്നെ അറിയണമല്ലോ എന്താ ചെയ്യണമെന്നൊക്കെ. പിന്നെ അമ്മയും മേമയും കൂടി അവിടെ പാട്ട് പാടുന്നുണ്ട്, അവരെ കളിയാക്കുന്നുണ്ട്. പൊന്നൂസാണെങ്കിൽ ലൈറ്റൊക്കെ കണ്ടതിന് സന്തോഷത്തിൽ വീട്ടിലെത്തിയപ്പോൾ മൈക്കിൾ ജാക്സൻ്റെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ സ്റ്റെപ്പ് കാണിച്ച് കളിക്കുന്നുണ്ട്. പാണ്ട് മേമ ഇതൊക്കെ പകർത്തിയെടുക്ക് എന്ന് പറയുന്നുണ്ട്. വീഡിയോ എടുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പള്ളിപ്പെരുന്നാളിന് കുളിച്ച് ഫ്രഷായിട്ട് പോവാം. ബാക്കി നെക്സ്റ്റ് വീഡിയോ കാണാൻ. ബൈ, സീ യു.